അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിൽ ആഴത്തിലുള്ള മുറിവിൽ നിന്നും പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകിയ ശേഷം ആനയെ കാട്ടിലേക്ക് വിട്ടയച്ചു. തുടർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച രക്ഷാദൌത്യമാണ് 3-ാം ദിവസം ഫലം കണ്ടത്. ഇന്ന് രാവിലെയാണ് പരിക്കേറ്റ ആനയെ കണ്ടെത്തിയത്. വെറ്റിലപ്പാറ പുഴയുടെ തീരത്ത് മറ്റ് 3 ആനകൾക്കൊപ്പമായിരുന്നു പരിക്കേറ്റ ആന. ആനയെ മയക്കാനായി 4 റൗണ്ട് മയക്കുവെടി വെച്ചു. വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് മയക്കുവെടി വെച്ചത്. ഒപ്പമുണ്ടായിരുന്ന ആനകളിൽ നിന്നും മാറ്റിയ ശേഷമാണ് മയക്കുവെടി വെച്ചത്. 2 തവണ ലക്ഷ്യം കണ്ടു. തുടർന്ന് അരമണിക്കൂറിന് ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി ആനയ്ക്ക് ചികിത്സ നൽകി. ആനകൾ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരുന്നതെന്നും ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുമായിരുന്നു മുറിവ്. ആനയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും എന്നാൽ മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് DFOR ലക്ഷ്മി അറിയിച്ചു. ഓക്കെ, അപ്പം നമ്മൾ 3 ദിവസമായി ഇതിനെ നോക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ നോക്കിയപ്പോൾ നമുക്കതിനെ മിസ് ചെയ്തു. ആനിമൽ വിട്ടുപോയി, ഓടിപ്പോയി. നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേയും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. തേർഡ് ഡേ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. സോ രാവിലെ 6:30ക്കാണ് സ്പോട്ട് ചെയ്യുന്നത്. സോ 7 മണിയോടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് ആനിമലിനെ ഡാർട്ട് ചെയ്തു. 8:30 ആയപ്പം ആനിമലിനെ ഡാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ഫോളോ ചെയ്തു. അതിന് ടോപ്പ് അപ്പ് ഡോസ് കൊടുത്തു. ദെൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ മസ്തകത്തിന് മുകളിലാണ് വൂണ്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലെയർസിൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി. നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്തു. ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് 50%. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മുകളിലും ബാക്കിയെല്ലാ ആക്ടിവിറ്റിയിലും. അപ്പോൾ ഇത് നമ്മളിനി ഫർദർ ഒബ്സർവ് ചെയ്യണം. ഇതിന് ബാക്കി എല്ലാ ഫംഗ്ഷനിങ്ങും പ്രോപ്പറാണോ എന്നുള്ളത് നോക്കണം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം.